ആത്മജ്ഞാനം കൊണ്ട് ഇതുപോലെ വിളമ്പരുത്. കോൺഗ്രസ്സുകാർ എന്നെ ആദരിച്ചിട്ടുണ്ട്. ആത്മജ്ഞാനമേ ഉള്ളൂ മല്ലികയ്ക്കെന്നാണ് പറഞ്ഞത്. ഇല്ല, മേജറേക്കാൾ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയാണ്. വിദ്യാഭ്യാസം അണ്ടർലൈൻ ഇട്ടുള്ളൂ. നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നിങ്ങളെക്കാൾ വിവരമുള്ള ആൾ തന്നെയാണ് മല്ലിക ചേച്ചി. ഇതിനിടയിലാണെങ്കിൽ ഇനി മേജറെ പിണങ്ങൊന്നും ചെയ്യരുത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ഞാനിങ്ങനെ മേജറെക്കുറിച്ച് ഒരാളോട് സംസാരിച്ചിരുന്ന ഒരു പട്ടാളക്കാരൻ എന്നോട് പറഞ്ഞത്, ദിനേശേ, അയാളൊരു എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു മനുഷ്യനായതുകൊണ്ടൊന്നും അല്ല ഈ ശിവരസനെ കൊല്ലാനുള്ള ടീമിലൊക്കെ എടുത്തത്. ഞങ്ങളുടെ പിന്നെ അയാൾക്കൊരു തമിഴ് ലുക്കുണ്ട് ദിനേശേ. അവർ മറ്റു ഡ്രസ്സിൽ തമിഴന്മാരിടുന്ന ഡ്രസ്സ് വിട്ട് നടന്നാൽ ഒരു വെളുത്ത് സുന്ദരനായ ഒരാൾ അതിലുണ്ടെങ്കിൽ നോട്ടബിളാണ്. ഇവൻ പട്ടാളക്കാരനോ പോലീസുകാരനോ സ്പൈയോ ആയിരിക്കും. ഈ മേജർ രവി കുറ്റിത്താടിയും ലുങ്കിയും ഒരു കൂതറ ഷർട്ട് ഇട്ട് നടന്ന തമിഴിനെന്ന് തോന്നുള്ളൂ. ദിനേശ് ശ്രദ്ധിച്ചിട്ടില്ലേ? അവനില്ല. അയാൾ തമിഴിൻ്റെ ലുക്കുള്ളതുകൊണ്ടാണ് ശിവരസനെ പിടിക്കാനായിട്ട് ഇട്ടെന്നാണ് പറയുന്നത്. അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. എന്തായാലും അത് രസമുള്ള കാര്യമാണ്. എന്നെ പട്ടാളക്കാരൻ എന്ന നിലയിൽ അളക്കാനൊന്നും ആയിട്ടില്ല എന്നാണ് മല്ലിക ചേച്ചിയോട് മേജർ പറയുന്നത്. മല്ലിക ചേച്ചി പട്ടാളക്കാരെ അളക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ആർക്കും അളക്കാൻ പറ്റില്ല മേജർ. നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരുന്നാൽ നിങ്ങളെ ആരും അളക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ ബഹുമാനവും കിട്ടും.